പ്രഗ്നൻസിൽ ഇവർക്ക് മുന്നൊരു അഫയർ ഉണ്ടായിന്. അതിൻ്റെ ഭയങ്കര ബാഡായിട്ടുള്ള ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്ന, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിന് ഇത് നീ ചോദിക്കാൻ നീ താര്, അതിന് ഈ പ്രഗ്നൻസിൽ നല്ലോണം നിലത്തിട്ട് ചവിട്ടിയൊക്കെ അടിച്ചു. അസ്സലാമു അലൈക്കും. കാസർഗോഡ് തേലമ്പാടി സ്വദേശിയായ റാഫിദ എന്ന് പറയുന്ന 22 വയസ്സുകാരിക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായത് എന്നുള്ളതാണ്. വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ദാരുണമായ സംഭവം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അറിവില്ലായ്മയാണ് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് അതല്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു മഹല്ല് ഖതീബും അതുപോലെ തന്നെ ഒരു മതപ്രഭാഷകനും ഒരു മഹല്ലിനെ നയിക്കുന്ന ആളുമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗൗരവം ഒന്നുകൂടി കൂടുകയാണ്. അദ്ദേഹം വെളിഞ്ചപ്പള്ളിയിലെ ഖതീബാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ, മാധ്യമങ്ങളെല്ലാം തന്നെ നമ്മൾ അതാണ് കാണുന്നത്. അത്രയ്ക്കും വിവരവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളിൽ അറിവുമുള്ള ഒരു വ്യക്തി ഇത്തരം ശാരീരികവും അതുപോലെ തന്നെ മാനസികവും അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ പോലും ഭാര്യയെയും അതുപോലെ തന്നെ 2 വയസ്സുള്ള കുഞ്ഞിനെ വരെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ സംഭവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ സങ്കടം തോന്നിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ളത് കൂടിയാണ്. ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണ് ഈ സ്ത്രീ ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിലേക്ക് വന്നത് എന്നുള്ളതാണ്. പ്രസവിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം വളരെ മൃഗീയമായ രീതിയിലാണ് പോലും ഈ ഉസ്താദ് ഈ 22 വയസ്സുള്ള കുട്ടിയോട് പെരുമാറിയത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3 പ്രാവശ്യം തലാക്ക് ചെല്ലിയതിന് ശേഷം വീട്ടിലേക്ക് പോയിക്കൊള്ളാനാണ് പറഞ്ഞത്. തിരിച്ചു വരുമ്പോൾ അവിടെ കണ്ടാൽ കൊന്നു കളയും എന്ന് വരെ ഈ ഖതീബ് ഈ 22 വയസ്സുകാരിയോട് പറഞ്ഞു, ആജ്ഞാപിച്ചു, ഭീഷണിപ്പെടുത്തി എന്നാണ് ഇവരുടെ പരാതി. എന്താണ് ആ സ്ത്രീക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചും ഉണ്ടായ അനുഭവത്തെക്കുറിച്ചും പറയുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കമൻറ്റുകൾ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇസ്ലാമിനെക്കുറിച്ചും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും എല്ലാം വളരെ മോശകരമായ രീതിയിലുള്ള കമൻറ്റുകളാണ് ഇത്തരം വീഡിയോക്ക് താഴെ വരുന്നത്. തന്നെയാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ആ സ്ത്രീ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. തൊട്ട് തുടങ്ങിയത് ഉമ്മ സ്വർണത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി. പിന്നെ ഭർത്താവാണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭർത്താവും തുടങ്ങി സ്വർണത്തിൻ്റെ പേരിൽ. പിന്നെ ഭർത്താവ് ഒരു സൈക്കോ സ്വഭാവം പോലെ എടുക്ക് നേരം ഉണ്ടാവും, പെട്ടെന്ന് ഭർത്താവായിട്ട് ഒരു കാരണം കണ്ടെത്തും, ചൊടിച്ച് നിൽക്കും, പിന്നെ വഴക്ക് പറയും, ചീത്തൊക്കെ വിളിക്കും, തല്ലൊക്കെ ചെയ്യും. ശാരീരികമായി നല്ലോണം ഉപദ്രവിക്കും, മാനസികമായിട്ട് നല്ലോണം ഉപദ്രവിക്കും. സ്ത്രീധനം കുറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പ്രഗ്നൻസിൽ ഇവർക്ക് മുന്നൊരു അഫയർ ഉണ്ടായിന്. അതിൻ്റെ ഭയങ്കര ബാഡായിട്ടുള്ള ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്ന, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിന് ഇത് നീ ചോദിക്കാൻ നീ താര്, അതിന് ഈ പ്രഗ്നൻസിൽ നല്ലോണം നിലത്തിട്ട് ചവിട്ടിയൊക്കെ അടിച്ചൊക്കെ ചെയ്ത്. ഗർഭിണി എന്നൊരു പരിഗണനയൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അങ്ങനെ മുന്നോട്ട് കുറേ അതിൻ്റെ ആ പ്രശ്നത്തിൽ ഇങ്ങനെ പോയി. പിന്നെ 7 മാസം ചടങ്ങ് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് അടുക്ക് വരും, വന്നെങ്കിൽ വഴക്കുണ്ടാക്കും, സംസാരിച്ചിട്ട് എന്തൊക്കെ ചീത്തൊക്കെ വിളിക്കും. ഈ സമയത്ത് നിങ്ങൾ പരാതി ഒന്നും ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, പരാതി നൽകിയില്ല. ഞാനിപ്പോൾ ഗർഭിണിയായി. പിന്നെ ഇനിയിപ്പോൾ നോക്കാം, ശരിയാ മുന്നോട്ട് പോവാ, ഇങ്ങനെ പോയത്. പിന്നെ ഇതൊക്കെ എൻ്റെ ഫാമിലിക്ക് അപ്പം ആ ടൈമിൽ അറിഞ്ഞു. അപ്പം എൻ്റെ ഫാമിലിക്ക് പറഞ്ഞു, ഇത് വേണ്ടേ, ബന്ധം വേണ്ട, ഒഴിവാക്കാനല്ലൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ശരിയാവുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഒന്ന് വന്നില്ല, ജസ്റ്റ് വന്ന് പോയി. പിന്നെ 40 ഡേയോളം തിരിഞ്ഞു നോക്കിയില്ല, കുഞ്ഞിനെ പോലും നോക്കാൻ വന്നില്ല. ഇന്ന് ദിവസം നീ വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ തൊലാക്ക് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉപ്പല്ല പറഞ്ഞു, ഇത് വേണ്ട, ഈ ബന്ധം ഒഴിവാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, നോക്കുമ്പോൾ ഒരു പെണ്ണ് കുഞ്ഞുണ്ടല്ലേ, കുഞ്ഞിനെ ആകുമ്പോൾ ശരിയാവും, സ്വഭാവം മാറും എന്ന് പറഞ്ഞു. കുഞ്ഞിക്കൊരു ഉപ്പ ഇല്ലാതാക്കണ്ടെന്ന് പറഞ്ഞു. എപ്പോൾ ഇതന്നെ കൊല്ലും, തൊലാക്ക് ചെല്ലും, ഒറ്റ ഭീഷണിപ്പെടുത്തു തന്നെ പറഞ്ഞെങ്കിൽ നിന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. കുറേ വട്ടം ഭീഷണിപ്പെടുത്തിന്. അങ്ക് തല്ലുമ്പോൾ കുഞ്ഞുണ്ടാവും, കുഞ്ഞ് 7 മാസമോ ചെറിയ കുഞ്ഞിൻ്റെ. അപ്പോൾ ആ ടൈമിൽ കയ്യിൽ കുഞ്ഞുണ്ടെന്ന് നോക്കല്ല, എൻ്റെ കയ്യിൽ കുഞ്ഞിൻ്റെ കുഞ്ഞിനും തള്ളിയിടും. കുഞ്ഞിക്ക് തല്ലും കൊണ്ടിട്ട് കുഞ്ഞ് കുറേ കരഞ്ഞതുകൊണ്ട് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും നോക്കല്ല. ഇത് ആ ചൊടി അടിച്ചിട്ടുണ്ട്, കുട്ടിയും അടിച്ചിട്ടുണ്ട്. കുട്ടിയുണ്ടെന്നൊന്നും നോക്കല്ല. ആ പ്രഷറിൽ എന്നോണ്ട് പ്രഷറിൽ എന്തും നോക്കല്ല, എല്ലാം പേലിച്ച് ചോറിയും പൊട്ടിക്കൊക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ പള്ളി നിൽക്കിൻ്റെ വരുമ്പോൾ നീ ഇടുന്നത് ഞാൻ കൊല്ലു, ഞാൻ തൊലാക്ക് ചെല്ലുന്നത് ഞാൻ 3 തൊലാക്ക് ചെല്ലി, ശരി നീ പോയി കിടന്ന് നിൽക്കണ്ട, ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ടൈം നീ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പിന്നെ തൊലാക്ക് പറഞ്ഞ പിന്നെ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങൾക്ക് പേടിയാണ് ചെയ്ത്. നിലവിൽ അതൊരു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനം. അപ്പോൾ ഈ സ്ത്രീയുടെ പരാതിയുടെ മേൽ അദൂർ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. വെളിഞ്ചംപള്ളിയിലെ ഖതീബാണ് ഇദ്ദേഹം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ മൃഗീയമായ പീഡനമാണ് ഈ സഹോദരി അവിടെ നേരിട്ടത് എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയാണ്.
അവർ പറഞ്ഞൊരു ജുമാസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നിന്നെ വീട്ടിൽ കണ്ടുപോകരുത് എന്ന് ആജ്ഞാപിച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ്. അപ്പോൾ പേടിച്ചിട്ട് ഏതായാലും തലാക്ക് ചെല്ലിയത് കൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെയും എടുത്ത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇപ്പോൾ അദൂർ പോലീസിലെത്തി ഈ സഹോദരി കേസ് ഫയൽ ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത്, അദ്ദേഹം ഏത് മതമാണോ ഏത് ജാതിയാണോ അല്ലെങ്കിൽ ഏത് കുലമാണോ എന്നൊന്നും നോക്കിയിട്ടല്ല ഇത്തരം പറയുന്ന തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എന്താണോ ഇന്ത്യൻ നിയമപ്രകാരം നമ്മുടെ ഭരണഘടന കൊടുക്കുന്ന ഏറ്റവും വലിയ അർഹിക്കുന്ന ശിക്ഷ, തീർച്ചയായിട്ടും അത് ഖതീബായാലും ഇനി സാധാരണ പൗരനായാലും അദ്ദേഹത്തിന് കൊടുക്കുക തന്നെ വേണം എന്നാണ് വിനീതമായ എൻ്റെയും അതുപോലെ അഭിപ്രായം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ കാര്യം, ഈ ഒരു വീഡിയോയുടെ താഴെ വളരെ മോശകരമായ രീതിയിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെയും അതുപോലെ തന്നെ റസൂലിനെയും കുറിച്ച്, ഇതല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇത് തന്നെയാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്, ഇതല്ലേ നിങ്ങളുടെ നിയമം എന്ന രീതിയിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ താഴെ പോയാൽ കാണാൻ വേണ്ടി സാധിക്കും. അത്തരം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു മതവും ഇത്തരം ആക്രമണത്തെയോ അല്ലെങ്കിൽ സ്ത്രീധനത്തെയോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇസ്ലാം പ്രത്യേകിച്ച് അതിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്ന ഒരു മതം ഈ ഇസ്ലാം മതം തന്നെയാണ് എന്ന് ഒരുപാട് ആൾക്കാർ, അതും ഹൈന്ദവ മതത്തിൽ തന്നെ പെട്ട സഹോദരന്മാർ പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. അൽസ്റ്റാൻ ജേക്കബ് വരെയുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞത് ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അതൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിനൊരു മതമോ ജാതിയോ ഒന്നുമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ട പൂജാരി ആയാലും അതുപോലെ തന്നെ പള്ളിയിലെ അച്ഛനായാലും ഈ അടുത്തിടെ കാലത്ത് എത്ര കുട്ടികളെയാണ് അവർ പീഡിപ്പിക്കുന്നത്, അല്ലെ എത്ര വൃത്തികെട്ട രീതിയിലാണ് അവർ സംഭാഷണങ്ങൾ നടത്തുന്നത്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്, കൊലപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പത്രങ്ങളിൽ വാർത്തയായി വരികയാണ്. അതിനൊന്നും ജാതിയോ മതമോ ഒന്നുമല്ല മാനദണ്ഡം എന്നുള്ളതാണ്. ചില ആൾക്കാരുടെ മാനസികാവസ്ഥയാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹം ഇബ്രാഹിം ബാദുഷാ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ശരിക്കും ചെറിയൊരു സൈക്കോ ആണ് എന്നാണ് അവിടെ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. അദ്ദേഹത്തിന് അത്തരം ഒരു സൂക്കേട് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ എന്താണോ ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് നമുക്ക് 100% അറിയാത്തത് കൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് അങ്ങോട്ട് വിമർശിക്കാനും കൂടി സാധിക്കുകയില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാനിപ്പോഴും അടിയുറച്ച് പറയുകയാണ്, അദ്ദേഹം ഇസ്ലാം മത വിശ്വാസി ആയതുകൊണ്ടോ അല്ലാത്തത് കൊണ്ടോ അദ്ദേഹം ചെയ്ത തെറ്റാവാതാവുന്നില്ല. അദ്ദേഹം ഇത്തരത്തിലൊരു സ്ത്രീക്കെതിരെ തീർച്ചയായിട്ടും മോശകരമായ, വളരെ അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരം മോശകരമായ അക്രമങ്ങളും അതുപോലെ തന്നെ ചീത്തയും ഒരിക്കലും ഒരു മതപണ്ഡിതൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ വേണ്ടി പാടുള്ളതല്ല. ഇനി ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് ഉണ്ട് എങ്കിൽ നിയമപ്രകാരം അദ്ദേഹത്തിന് ആ സ്ത്രീയെ തലാഖ് ചൊല്ലി ഒഴിവാക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നിരിക്കെ ഒരു കാരണവശാലും ശാരീരികമായ ഉപദ്രവം ഏൽപ്പിക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ 2 വയസ്സുള്ള കുട്ടിയെ വരെ ഉപദ്രവിക്കുന്ന കോലത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കാര്യമായ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടും കാസർഗോഡ് സ്വദേശികളാണ് എന്നുള്ളതാണ്. വെളിഞ്ചം പള്ളിയിൽ അദ്ദേഹം ഇപ്പോൾ സ്ഥാനം നിർവഹിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ വന്നിരുന്നതിന് മുന്നേ തന്നെ സ്ഥാനത്ത് നിന്ന് പോയ ഒരാൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാലും അദ്ദേഹം അത്തരം ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് നമുക്ക് മതത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും. ആ പാണ്ഡിത്യം എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു മറയാക്കിയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആഖിറത്തിലും അതിനുള്ള ശിക്ഷ പടച്ച തമ്പുരാൻ നൽകുക തന്നെ ചെയ്യും. അതിലാരും വിഷമിക്കേണ്ടതായിട്ടില്ല. പിന്നെ ഇത്തരം കമൻറ്റുകൾ അയക്കുന്ന ആൾക്കാരോട് എനിക്ക് വിധേയമായി പറയാനുള്ളത്, ഇതൊന്നും ഒരു മതത്തിൻ്റെ ലേബിലേക്ക് നിങ്ങൾ പച്ചകുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അദ്ദേഹം ഒരു മതക്കാരനായതുകൊണ്ട് മാത്രമല്ല അത്തരം തെറ്റുകൾ ചെയ്യുന്നത്. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇതിൽ കൂടുതലോ വലിയ തെറ്റുകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊന്നും ഒരു മതത്തെ നമ്മൾ പഴിചാരേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് വിനീതമായി ഒന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഇത്തരം ഒരുപാട് അക്രമങ്ങളും അതുപോലെ തന്നെ അധിക്ഷേപങ്ങളും ഇന്ന് സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സ്ത്രീയുടെ സമത്വം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതുപോലെയൊന്നുമില്ലെങ്കിലും അവർക്ക് നല്ല രീതിയിൽ ധൈര്യത്തോടെ മുന്നോട്ട് ജീവിച്ചു പോകാൻ വേണ്ടി സാധിക്കണം. ഈ ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.